നമ്മളിപ്പോൾ ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള മെഡിക്കൽ കോളേജായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അതിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും. പിന്നെ ജില്ലാ ഹോസ്പിറ്റലിലത്തെ ഈ പ്രശ്നം തീർച്ചയായിട്ടും അത് അടിയന്തരമായിട്ട് വേണ്ടതിൽ ഇടപെടും. ഇപ്പോൾ അട്ടപ്പാടി മധു കേസിൽ ഇന്നലെ അവർ മുഖ്യമന്ത്രി അടക്കം കണ്ടിരുന്നു. അപ്പോൾ പൂർണ്ണമായും എല്ലാ നിയമസഭയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും അവരുടെ ആവശ്യങ്ങളോട് ഏറ്റവും അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അട്ടപ്പാടി എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിട്ട് അറിയുന്ന വിഷയം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അവരെന്താണോ അവർ സർക്കാരിൽ നിന്ന് സഹായം ആവശ്യപ്പെടുന്ന അതെല്ലാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഉണ്ടാവും. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം വി മുരളീധരൻ മിഠായി വിതരണം ചെയ്ത രീതി വലിയ തരത്തിൽ വിമർശനം ഉണ്ടായിരുന്നു. അത് ടീച്ചറുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു എന്നുള്ളതാണ്. ടീച്ചർ ഒരു അക്ഷരം മിണ്ടിയില്ല ആ രീതിക്കെതിരെ എന്നുള്ളതാണ്. അതല്ല, അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമ്മൾ ആ സ്കൂളിൽ പുതിയതായിട്ട് വന്ന കുട്ടികളോട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കൊച്ചു കുട്ടികളാണ്. അപ്പോൾ വളരെ ഞാനാണ് സത്യത്തിൽ ആദ്യം എത്തിയത് പ്രോഗ്രാമിന്. അപ്പോൾ ഈ കുട്ടികളായിട്ട് അവർ പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ പാരൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് സ്ഥലം MLA കൂടിയായിട്ടുള്ള അദ്ദേഹം വന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഒരു ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഒരു പ്രവേശനോത്സവം അധ്യയന വർഷത്തിൽ. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് ആ കുട്ടികളുടെ മുന്നിലൊരു വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നുള്ളതായിരുന്നു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇത്. പിന്നീട് പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം പോവുകയും ചെയ്തു. ഞാൻ മുഴുവൻ സമയം അവിടെ നിന്ന് എല്ലാ കുട്ടികളുമായിട്ട് സംസാരിക്കുക, അവരുടെ പാരൻസുമായിട്ട് പ്രത്യേകമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഓരോ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ട്. അത് ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഉറപ്പായിട്ടും അത് ശരിയല്ല. ഞാനാണെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.